ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നത് ഇന്ന് സാമ്പാറും അമരയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പം അത് കൂട്ടിയിട്ടുള്ള ഊണാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ചേരുവകളൊന്നും ഇപ്പോൾ അത് ഒരേപോലെ ചേർത്തിട്ട് നമ്മൾ സദ്യക്കൊന്നും ഉണ്ടാക്കുന്ന പോലെ കൊള്ളുന്നില്ലല്ലോ. നമ്മൾ വീട്ടിൽ ആവുമ്പോൾ ഒന്നോ രണ്ടോ ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നാലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മളൊരു വീട്ടിലെ സാമ്പാർ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഇതാണ് നമുക്ക് സാമ്പാർ, സാധാരണ വീട്ടിൽ വെക്കുന്ന തരത്തിലൊരു സാമ്പാർ, പിന്നെ നമുക്ക് അമരയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഊണ് അതാണ്. അത് നമുക്ക് ഏതായാലും ആദ്യം സാമ്പാർ അത് തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഒക്കെ ഒന്ന് തോല് കളയാനുള്ള കഷ്ണങ്ങളൊക്കെ അതൊക്കെ എടുത്ത് തോല് കളഞ്ഞ് അത് കഴുകി വേണം പിന്നെ നമുക്ക് നുറുക്കൽ. ഉള്ളി, കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പിന്നെ മുരിങ്ങാക്കായ ഒക്കെ കുറച്ചേ ഉള്ളൂ, ഒക്കെ പാകത്തിന്, വളരെ കുറച്ചൊന്നും ഉണ്ടാക്കുന്നുള്ളൂ. ഒരു മുരിങ്ങാക്കായ, എല്ലാ കഷ്ണങ്ങളും കുറേശ്ശെ ഒക്കെ കഴുകിയെടുത്തു. ഇതാ നമുക്ക് കിഴങ്ങ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നൊരു സാമ്പാർ, നമ്മളൊരു സദ്യക്ക് ഉണ്ടാക്കുന്ന പോലത്തെ സാമ്പാറല്ല. വീട്ടിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒക്കെ അത്യാവശ്യം കഷ്ണങ്ങൾ എല്ലാം ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഷ്ണങ്ങളൊക്കെ മാറ്റാം. വേണ്ടത് ചില കഷ്ണങ്ങൾ ഒഴിവാക്കിച്ചിട്ട് കുഴപ്പമില്ല. അതുപോലെ മറ്റ് ചേരുവകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും നമ്മൾ മാത്രമല്ലേ കഴിക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ അതാണ് ഇപ്പം ഇന്ന്. കത്രിക്ക, വലിയൊരു കത്രിക്ക തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അമരയ്ക്ക മെഴുക്ക് വരട്ടിക്കുള്ളതാണ്. അത് ഉണ്ടാക്കാണ്ട് ഇത് കഴിഞ്ഞിട്ടാണത്. ആദ്യം സാമ്പാർ ഉണ്ടാക്കിയൊക്കെയാണ്. കുക്കറിലാണ്. കുക്കറിലൊരു പകുതി അത്ര തന്നെ ഉണ്ടാവുള്ളൂ കഷ്ണങ്ങൾ. എന്നാൽ തന്നെ പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചുരുങ്ങുമല്ലോ. ഇതാ പിന്നെ പരിപ്പ്, വെള്ളത്തിൽ കുതിർത്ത പരിപ്പ്. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇപ്പം നമുക്ക് വെണ്ടയ്ക്ക അതിൽ ചേർത്തിട്ടില്ല. വെണ്ടയ്ക്ക് മുരിങ്ങാക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ വെണ്ടയ്ക്ക പിന്നെ നമുക്കൊന്ന് മുറിച്ച് ഒക്കെ ഒന്ന് പാകത്തിനാക്കി ഇടാം. മുരിങ്ങാക്കായ ഉണ്ട്. അത് പിന്നെ നമുക്ക് ഒന്ന് വെന്തിട്ട് അതിന് ശേഷം ചേർക്കുള്ളൂ. ഒരൊറ്റ വിസിൽ. ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങാക്കായും വെണ്ടയ്ക്ക ഇടാം. നമ്മൾ തേങ്ങ പിന്നെ വറുത്ത മല്ലി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അരച്ചവിടെ വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ട്. ഇനിതാ പുളി നമുക്ക് പിഴിഞ്ഞ് പാരണം. പിന്നെ നമ്മൾ ലേശം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വീണ്ടും ചെറിയൊരു തീയിൽ അടുപ്പ് കത്തിച്ച ശേഷമാണ് മുരിങ്ങക്കായ വെണ്ടയ്ക്ക ഒക്കെ ഒന്ന് വെന്ത് വന്നു. നമ്മൾ തേങ്ങയും വറുത്ത മല്ലിയും കൂടി അരച്ചത് അതതിൽ ചേർത്തു. ഇന്നിങ്ങനെയാണ്. പിന്നെ നമ്മൾ കറിവേപ്പില. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, അതുപോലെ വറ്റൽമുളക് ഇത് നമുക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ നമ്മളെ സാമ്പാർ അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അമരയ്ക്ക പിന്നെ ഈ ഏണമൊക്കെ എന്നാണ്ട് ചെത്തി ആദ്യം അത് എടുക്കാം.
പിന്നെ ഇതാ കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് നുറുക്കാം. രസമാണ്. അമരയ്ക്ക ഉപ്പേരിക്ക് പറ്റും, അതുപോലെ നമ്മൾ പരിപ്പിട്ട് കറി അതിന് രസമാണ് അമരയ്ക്ക. ഇനിയിപ്പോൾ ചെറുതാക്കി എങ്ങനെ നമുക്ക് അമരയ്ക്ക നുറുക്കാം. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ വലിയ ഉള്ളി ചേർക്കാം. ഇന്നിപ്പോൾ നമ്മളത് ചേർക്കുന്നില്ല, അമരയ്ക്ക തന്നെ ഉണ്ട് അത്യാവശ്യം. പിന്നെ അതാ പച്ചമുളക്, അതാണ് അതിൽ ചേർക്കാനുള്ളത്. നമ്മൾ അത് അരിഞ്ഞിടാം. ഇനിയിപ്പോൾ നേരെ നമുക്ക് അമരയ്ക്ക ഇനി ഇത് ചട്ടിയിൽ ഉപ്പും ചേർത്ത് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയ വെള്ളത്തിൽ അങ്ങനെ വേവിച്ചെടുക്കാം. നല്ലപോലെ വേവിച്ച് വലിയിച്ചെടുത്തു. പിന്നെ എളുപ്പമുണ്ട്. പച്ച വെളിച്ചെണ്ണയും തുളിച്ചു ലേശം. ഇനി ഇതൊന്നാണ്ട് വലിയിച്ചെടുക്കാം. അത്രേ അത് പണിയുള്ളൂ. അപ്പോൾ ഏതായാലും സാമ്പാറും മെഴുക്കുവരട്ടിയൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കല്. ഇന്നിപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി. ഇലയിലാണ്, വാഴേൻ്റെ ഇലയിലാണ്. അപ്പോൾ പപ്പടം കാച്ചിയത്, പിന്നെ നമ്മൾ സാമ്പാർ. അപ്പോൾ ചോറ്, ഈ ഒരു സാമ്പാർ, നമ്മളെ മെഴുക്കുവരട്ടിയും പപ്പടം കാച്ചിയതും അതുതന്നെയാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് ഊണ് ഇലയില. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.